ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസം കൂടിയാട്ടോ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ മടിയൊക്കെ കാരണം എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. വീഡിയോ ഇടണമെന്നൊക്കെയുണ്ട്. അപ്പോൾ ഇതാ രാവിലെ ഇതാ ഞാനിപ്പോൾ ഒരു ദിവസം കൂടി മുറ്റത്തൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്കൂളിൽ ഒന്ന് പോകുന്നുണ്ട്. ഞങ്ങൾ പഠിച്ച സെൻറ്റ് ജോർജ് സ്കൂളിൽ. ഞാൻ പഠിച്ച സെൻറ്റ് ജോർജ് സ്കൂൾ കേട്ടോ. അപ്പോൾ ഇതെൻ്റെ നാത്തൂൻ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ കണ്ണൻ്റെ ഇന്ന് സ്കൂളിൽ ആനിവേഴ്സറി ആണ്. അപ്പോൾ അവൻ്റെ ഡാൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കാണാനായിട്ട് ഞങ്ങൾ സ്കൂളിൽ വന്ന കേട്ടോ. അപ്പോൾ ഒരു ഉച്ച സമയത്തൊരു 12:30 സമയത്താട്ടോ അവൻ്റെ പ്രോഗ്രാമിൻ്റെ ടൈം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മുന്നേ ഒക്കെ ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ആളുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ ചെന്നപ്പോഴും ഓരോ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിള്ളേരുടെയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ കേട്ടോ. എന്താ പറയുക, പഴയ ആ ഒരു കാലമൊക്കെ ഓർത്തെടുക്കാനൊക്കെ പറ്റി കേട്ടോ. എന്താ പറയുക, നല്ലൊരു അടിപൊളിയായിരുന്നു കേട്ടോ, വൈബായിരുന്നു. ഞാനും ഈ സ്കൂളിൽ തന്നെയാണ് കേട്ടോ പഠിച്ചത്. 1 തൊട്ട് 7 വരെ കേട്ടോ ഉള്ളത്. അപ്പോൾ സ്കൂളിൽ വന്നപ്പോഴത്തേക്കും പ്രത്യേക ഒരു സന്തോഷമായിട്ടോ തോന്നിയത്. അപ്പോൾ ഞങ്ങളിവിടെ ചെന്നിട്ട് ഇതാ പിള്ളേരുടെ പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ പിന്നെ അവനെ ഒന്ന് നോക്കുന്നുണ്ട്. ഞങ്ങൾ അവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പിന്നെ വന്നു കേട്ടോ. പിന്നെ അവന് പിന്നെ റെഡിയാകാനൊക്കെ സമയമായിരുന്നു കേട്ടോ. പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് വൈറ്റ് ബനിയനാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എല്ലാവരും ഒരേ ഒരു ഇതൊന്നും അല്ലാണ്ട് ഇട്ടേക്കുന്നത്, റെഡ് ഇട്ടരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പൊന്നൂസ് ഇതാ അവൻ്റെ കൂട്ടുകാരൊക്കെ കണ്ടപ്പോഴത്തേക്കും അവൻ്റെ മേത്ത് കയറിയൊക്കെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഈ ക്ലാസ് റൂമിലൊക്കെ ഇരുന്നൊക്കെ നന്നായിട്ട് ഓർക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാ പിള്ളേർ സെറ്റ് ഓരോരോ പ്രോഗ്രാം കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ പ്രോഗ്രാമിനായിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. എന്താ പറയുക, ഓരോ സിനിമ പാട്ട് വരുമ്പോഴത്തേക്കും പിള്ളേരെല്ലാം നല്ല ഓളമാണ് കേട്ടോ. നല്ലൊരു വൈബായിരുന്നു. പിന്നെ ഞങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ, പഠിച്ചിരുന്ന സമയത്തൊക്കെ ഇടയ്ക്ക് പ്രോഗ്രാം വെക്കുന്നത് ഇവിടെയായിരുന്നു കേട്ടോ. പിന്നെ പുറത്തൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു കേട്ടോ, കയറി വരുന്നതിൻ്റെ അവിടെയൊക്കെ. പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല, അതൊക്കെ പണിതുകൊണ്ട് അതൊക്കെ മാറ്റി കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റേജൊക്കെ. പിന്നെ എന്താ പൊന്നൂസ് ബെഞ്ചിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും കാര്യങ്ങളൊക്കെ ആട്ടോ. ഞങ്ങളിങ്ങനെ പിള്ളേരുടെ ഓരോ പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ പിന്നെ പുറത്ത് ഐസ്ക്രീമും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ 12:30 ആ ഒരു സമയമായപ്പോഴത്തേക്കും കണ്ണൻ്റെയൊക്കെ ഡാൻസാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു സൈഡിൽ നിൽക്കുന്ന കേട്ടോ അവന്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ മിക്ക പേരും കളിക്കുന്നതിനൊക്കെ സ്റ്റെപ്പൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊക്കെ കേട്ടോ കളിച്ചുകൊണ്ടിരുന്നത്. അതിന് സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കുമല്ലോ. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കളിച്ച് തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പാട്ടും കൊള്ളായിരുന്നു. പിന്നെ എല്ലാ പിള്ളേരും നല്ല രീതിയിലാണ് കേട്ടോ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ അവൻ്റെ പാട്ടൊക്കെ കണ്ട് ഡാൻസൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അവന് സ്റ്റെപ്പ് മറന്നു പോകുമെന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ പറയുന്നുണ്ടായിരുന്നു സ്റ്റെപ്പ് മറന്നുകൊണ്ട് ഇതുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ എന്നാലും സ്റ്റേജിൽ കയറിയപ്പോൾ മറന്നു കേട്ടോ. എല്ലാ പിള്ളേരും തന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. എന്നാലും അവർ പാട്ട് തീരുന്നിടം വരെ ഓരോ സ്റ്റെപ്പ് ഇട്ട് അവർ കളിച്ചെടുത്തിട്ടോ. അപ്പോൾ അത്രയും നല്ലതായിരുന്നു. പിന്നെ അവൻ്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് 2 പ്രോഗ്രാം കൂടെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ. ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. പിന്നെ നല്ല ഉച്ച സമയമായിരുന്നു, ഫുഡ് കഴിക്കുന്ന സമയമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ടീച്ചേഴ്സൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്നത് തന്നെ. ഐസ്ക്രീം ഉണ്ടായിരുന്നു, പിന്നെ ചെറുകടികൾ, അങ്ങനെ ചോക്ലേറ്റ്, മിഠായി, പിന്നെന്താ ജ്യൂസ്, വെള്ളം, അങ്ങനത്തെ ഐറ്റംസൊക്കെ ടീച്ചേഴ്സ് തന്നെ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. ഒരു ടേബിൾ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നൂസും ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ നല്ല നല്ല വെയിലാണ്. അപ്പോൾ മിക്കവരും ഓരോ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ച് ലേറ്റൊക്കെ ആകും. പിന്നെ 3 മണിക്ക് ആകുമ്പോഴത്തേക്കും നമ്മുടെ റോഷി അഗസ്റ്റിൻ ഒക്കെ വരുന്നുണ്ട്, പൊതുസമ്മേളനമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും കാണാനായിട്ട് നിന്നില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ വെളിയിലിറങ്ങി വണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്ര